ഹലോ ഡയറി ദോസ്തിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ എങ്ങനെ നല്ല കറവ പശുവിനെ തിരഞ്ഞെടുക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ചന്തയിലൊക്കെ പോയിട്ട് പശുവിനെ വാങ്ങുമ്പോൾ എങ്ങനെ അതിൽ നിന്ന് നല്ല കറവുള്ള നല്ല ആരോഗ്യമുള്ള പശുവിനെ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഒക്കെ നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഒരു പശുവിനെ വാങ്ങുമ്പോൾ അതിന് എത്രത്തോളം പാല് വേണം എന്നതിനനുസരിച്ചിട്ട് നമുക്ക് ബ്രീഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം എൻ്റെ ബാക്കിൽ കാണുന്നതൊക്കെ പറയുമ്പോൾ നാടൻ പശുക്കളാണ്. അപ്പോൾ നാടൻ പശു എന്നൊക്കെ പറയുമ്പോൾ 10 ലിറ്റർ പാലുള്ളെങ്കിലും അതിൻ്റെ മെയിൻ്റനൻസും പിന്നെ പാലിൻ്റെ ഔഷധ ഗുണമൊക്കെ നല്ലതാണ്. പിന്നെ ഇനിയിപ്പോൾ ഒരു 30-35 ലിറ്ററൊക്കെ പാൽ കിട്ടുന്ന പശുക്കളുണ്ടാവും. അപ്പോൾ അതിനൊക്കെ വാങ്ങിക്കഴിഞ്ഞാലെന്ന് പറയുമ്പോൾ ഈ മെയിൻ്റനൻസ് പിന്നെ അതേപോലെ അതിന് കൊടുക്കേണ്ട തീറ്റ ഒക്കെ വളരെയധികം ശ്രദ്ധിച്ച് വേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു കറവ കിട്ടണ ഒരു പശുവിനെ വാങ്ങിയിട്ട് 40 ലിറ്ററൊക്കെ കറവുള്ള പശുവിനെ വാങ്ങിക്കഴിഞ്ഞാൽ അതിന് നമ്മളെ മെയിൻ്റനൻസ് കൊണ്ട് തന്നെ അതിന് അത്രത്തോളം പാൽ കിട്ടിയെന്ന് വരില്ല. പിന്നെ നമ്മുടെ നാടിനൊക്കെ ഏറ്റവും ബെസ്റ്റ് പാലും അതേപോലെ തന്നെ അത്യാവശ്യം പാലും നല്ല മെയിൻ്റനൻസൊക്കെ നോക്കി നടത്താൻ നല്ലത് പറയുമ്പോൾ HF പറയുമ്പോൾ ഈ ജേഴ്സി ക്രോസ് ഇനങ്ങളാണ്. പിന്നെ നമ്മൾ കറന്ന് നോക്കുന്ന ടൈമിൽ ഈ കാമ്പിൽ നിന്ന് ഒരേ ഒരു ലൈന് പോലെ വരുന്ന രീതിയിൽ പാല് വരുന്നത് നമ്മൾ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് തെറിച്ച് പോകുന്ന ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിനെക്കാട്ടൊക്കെ വളരെ സുഖം എന്ന് പറയുമ്പോൾ അങ്ങനെ ലൈന് പോലെ വരികയാണെങ്കിൽ നമുക്ക് കറന്നെടുക്കാൻ വളരെയധികം എളുപ്പമാവും. അപ്പോൾ അങ്ങനത്തതും കൂടി നോക്കിയിട്ട് നമ്മൾ ശ്രദ്ധിച്ച് വാങ്ങാം. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മളെ പശുവിൻ്റെ അകിട് കറക്കുന്നതിന് മുമ്പ് നല്ല ടൈറ്റ് ആവുകയും പിന്നെ കറന്നു കഴിഞ്ഞാൽ നല്ല ലൂസാവുകയും അങ്ങനത്തെ പശുക്കളെ നോക്കിയിട്ട് നമ്മൾ വാങ്ങാം. അതെന്ന് പറയുമ്പോൾ ചന്തയിലൊക്കെ പോയിട്ട് വാങ്ങുകയാണെങ്കിലും പശുവിനെ വാങ്ങാൻ പോകുമ്പോൾ അത് കറന്ന് നോക്കിയിട്ട് കറക്കുന്നതിന് മുമ്പ് ടൈറ്റ് ആവുകയും പിന്നെ കറന്നതിന് ലൂസാവുകയും അങ്ങനത്തെ അകിടുള്ളതിനെ നോക്കിയിട്ട് വാങ്ങാൻ ശ്രമിക്കുക. പിന്നെ അതേപോലെ തന്നെ കാമ്പുകൾ അകിടിലെ കാമ്പുകൾ നല്ലോണം വിട്ട് നിൽക്കുന്നതും പിന്നെ അതേപോലെ തന്നെ ഈ അകിടിൻ്റെ കാമ്പുകൾക്ക് ചെരിവോ അല്ലെങ്കിൽ നല്ല ചെറുതാണെങ്കിൽ അതിനെ വാങ്ങാതിരിക്കലാണ് നല്ലത്. കാരണം ചെറുതാണെങ്കിൽ അത് കറക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാവും. പിന്നെ ചെരിവുകളൊക്കെ ഉണ്ടെങ്കിൽ 4 കാമ്പിൽ നിന്നും ഒരേപോലെ ആയിരിക്കില്ല പാലിൻ്റെ അളവ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം വാങ്ങാൻ. പിന്നെ കറവ പശുവിനെ നമ്മൾ നോക്കി വാങ്ങുമ്പോൾ നല്ല വീതിയും അതേപോലെ തന്നെ നല്ല നീളവുമുള്ള പശുവിനെ നോക്കി വാങ്ങും. അതിന് പറയുമ്പോൾ നല്ല ആരോഗ്യവും പിന്നെ അതേപോലെ തന്നെ നല്ല പാൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയും ഉണ്ടായിരിക്കും. ഇനി ഈ പാൽഞരമ്പുകൾ പശുവിൻ്റെ പാൽഞരമ്പുകൾ നല്ല തടിച്ചിരിക്കുന്ന പശുക്കളെ നോക്കിയിട്ട് നമ്മൾ വാങ്ങാൻ ശ്രമിക്കുക. പിന്നെ അതേപോലെ തന്നെ കറവ കണ്ട് വാങ്ങാൻ നോക്കുക. കാരണം ഈ കറക്കുമ്പോൾ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്നൊക്കെ നമുക്കത് നോക്കി കറവ കണ്ടാലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഇതിന് മുമ്പുള്ള ഉടമസ്ഥർ എന്ത് തീറ്റയൊക്കെയാണ് ഇതിന് കൊടുത്തതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. കാരണം ഇപ്പോൾ നല്ല കറവ് കിട്ടുന്ന ഒരു പശുവിനെ നമ്മൾ വാങ്ങി അതിനെ ഒറ്റയടിക്ക് നമ്മൾ അതിൻ്റെ തീറ്റ മൊത്തം മാറ്റുമ്പോൾ അതിൻ്റെ കറവയിൽ നല്ല വ്യത്യാസം വരും. അപ്പോൾ പഴയ ഉടമസ്ഥൻ എന്തൊക്കെ തീറ്റയാണോ കൊടുത്തത് അത് തന്നെ കുറച്ച് കാലം തുടർന്ന് പതുക്കെ നമ്മൾ തീറ്റയിലോട്ട് മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാതെ ഒറ്റയടിക്ക് മാറാതെ പതിയെ നമ്മളെ തീറ്റയിലോട്ട് മാറാൻ വേണ്ടി ശ്രമിക്കുക. ഒരു പശുവിനെ വാങ്ങുന്ന ടൈമിൽ നമ്മൾ ഒരു ബ്രീഡിലുള്ള പശുവിനെ വാങ്ങുമ്പോൾ അതിൻ്റെ തള്ളപ്പശുവും അതേ ബ്രീഡ് തന്നെ ആയിരുന്നോ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. കാരണം ഒരു ബ്രീഡിൻ്റെ മൊത്തം ഗുണങ്ങൾ ലഭിക്കണമെങ്കിൽ അതിൻ്റെ തള്ളപ്പശുവും ആ ബ്രീഡിൽ നിന്ന് തന്നെ ആവേണ്ടതുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റത്തെ പ്രസവത്തിലുള്ള ഒരു പശു ആണെങ്കിൽ അതിൻ്റെ തള്ളപ്പശുവിന് എത്ര പാലുണ്ടായിരുന്നു എന്നൊക്കെ പറ്റുമെങ്കിൽ നോക്കുന്നത് നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു തുടക്കത്തിലുള്ള ഒരാൾ ഈ ഫാമിലോട്ടൊക്കെ ഇറങ്ങി പുതുതായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് തുടക്കത്തിൽ വാങ്ങാൻ നല്ലത് 2ാമത്തെയോ 3ാമത്തെയോ പ്രസവത്തിലുള്ള പശുവിനാണ്. കാരണം ഒരു കിടാരി ഫസ്റ്റത്തെ പ്രസവത്തിന് വന്നിട്ട് അല്ലെങ്കിൽ ഫസ്റ്റത്തെ വട്ടം പ്രസവിക്കുന്ന പശുവാണെങ്കിൽ അതിന് കുറേ കറക്കുന്നതിലും മറ്റൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. ഒരു ചാടിക്കളികളൊക്കെ ഉണ്ടാവും. പക്ഷേ അത് 2ാമത്തെ 3ാമത്തെ ഒക്കെ ആണെങ്കിൽ അതൊന്നും ഒതുങ്ങിയിട്ടുണ്ടാവും. പിന്നെ ഒരു പശുവിനെ സെലക്ട് ചെയ്യുമ്പോൾ അതിന് കാലിന് നല്ല സ്ട്രെങ്ത് ഉള്ള പശുവിനെ നോക്കി വാങ്ങാം. കാരണം ഒരു 30-35 ലിറ്ററൊക്കെ പാൽ കിട്ടുന്ന പശു ആണെങ്കിൽ അത്രത്തോളം പാല് വഹിച്ച് നിൽക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ കാലിന് അത്രത്തോളം സ്ട്രെങ്ത് വേണ്ടതാണ്. അപ്പോൾ അതൊന്ന് നോക്കുക. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ തൊലി നല്ല ഷൈനി ആയിട്ടുള്ള പിന്നെ അതേപോലെ തന്നെ വലിച്ചാൽ ഇങ്ങനെ നൈസായിട്ടുള്ള തൊലിയുള്ളതിനെ നോക്കി വാങ്ങാം. പിന്നെ അതേപോലെ തന്നെ തൊലിപ്പുറത്ത് രോമം പോയതുണ്ടാവും. അങ്ങനത്തെ വാങ്ങിക്കാതിരിക്കുക. കാരണം അതതിൻ്റെ ഒന്നെങ്കിൽ എന്തെങ്കിലും ആരോഗ്യക്കുറവ് അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ എന്തെങ്കിലും തകരാറ് മൂലം അതിൻ്റെ എന്തെങ്കിലും കുഴപ്പങ്ങൾ മൂലമാണ് അങ്ങനെയൊക്കെ തൊലിപ്പുറത്തുണ്ടാവുന്ന രോമങ്ങൾ പോകുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ കണ്ണ് നല്ല തിളക്കുള്ളത് വാങ്ങാം. കണ്ണിൽ നിന്ന് വെള്ളം വരാതെ പിന്നെ അതേപോലെ തന്നെ കണ്ണിൻ്റെ കളർ മാറിയത് അതെന്ന് പറയുമ്പോൾ ഈ കണ്ണിൻ്റെ കളറൊക്കെ മാറുകയെന്ന് പറയുമ്പോൾ ഒരുപാട് സ്ട്രെസ്സുള്ള പശുക്കളൊക്കെയാണ് കണ്ണിൽ നിന്ന് വെള്ളം വരിക അതിൻ്റെ കളർ മാറുക അങ്ങനത്തെ കണ്ടീഷനിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തേനും വാങ്ങിക്കാതിരിക്കുക.
പിന്നെ അതുപോലെ മൂക്കിൻ്റെ അവിടെ എപ്പോഴും ഒരു വേർപ്പിൻ്റെ നനവുള്ള പശുക്കളെ നോക്കി വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെയാണ് അതിൻ്റെ ബെസ്റ്റ് ക്വാളിറ്റീസ്. നമ്മുടെ ഡയറി ദോസ്ത് ആപ്പിലും ഇങ്ങനെ വിൽക്കാനും വാങ്ങാനുമുള്ള പശുവിനെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നോക്കി നമുക്ക് പശുവിനെ വാങ്ങാനും വിൽക്കാനും ഒക്കെ കഴിയുന്ന രീതിയിലുള്ള ഒരു മാർക്കറ്റ് പ്ലേസ് ഓപ്ഷൻ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ആപ്പിൽ ലഭ്യമാക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ആപ്പ് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ ആ ഓപ്ഷൻ നമ്മളെ ആപ്പ് മൊത്തം ഒരു അപ്ഡേഷനിലാണുള്ളത്. വൈകാതെ തന്നെ എല്ലാ ഓപ്ഷനും അവൈലബിൾ ആവുന്നതാവും. അപ്പോൾ ആപ്പ് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.